നമസ്കാരം. ചൈനയ്ക്ക് ഇപ്പോൾ തിരിച്ചടികളുടെ സമയമാണ്. എന്താണെന്നല്ലേ? ചൈനയ്ക്ക് ഒരു മുഴം മുമ്പേ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ടീറ്റ നദിയുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും ബംഗ്ലാദേശിന് ഇന്ത്യയുടെ സഹായഹസ്തം നൽകും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തന്ത്രപ്രധാനമായ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ടീറ്റ നദീതട വികസന പങ്കാളികളാകാൻ ചൈന താൽപര്യം അറിയിച്ചിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് ഇതിന് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ദക്ഷിണേന്ത്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടയിടാനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഇന്ത്യയുടെ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ടീറ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന് മേലുള്ള ചൈനയുടെ സമ്മർദ്ദത്തെ ചെറുക്കാനും ഇന്ത്യക്കായി. വടക്കൻ സിക്കിമിൽ ഉത്ഭവിച്ച് ബംഗ്ലാദേശിലൂടെ ഒഴുകി ബ്രഹ്മപുത്രയുമായി ലയിക്കുന്ന നദിയാണ് ടീറ്റ. അതിനാൽ ചൈനയുടെ അധിക ഇടപെടൽ മേഖലയിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ജലസേചനത്തിനും ജലവൈദ്യുതിക്കും അടക്കമുള്ള സുപ്രധാന ജലസ്രോതസ് കൂടിയാണിത്. പദ്ധതിക്ക് കീഴിൽ ടീറ്റ നദീജലം കൈകാര്യം ചെയ്യുന്നതിലും സംരക്ഷണത്തിനുമായി വലിയ ജലസംഭരണികളും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മാണവും വിഭാവനം ചെയ്തിട്ടുണ്ട്. $1 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത്. ടീറ്റ നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ കാലങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ട്. 2011 സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ബംഗ്ലാദേശ് സന്ദർശന വേളയിൽ കരാർ ഒപ്പിടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ എതിർപ്പിനെ തുടർന്ന് അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു. ടീറ്റ പദ്ധതിക്ക് പുറമെ 1996 ഗംഗാജലം പങ്കിടൽ ഉടമ്പടി പുതുക്കുന്നതിനായി ഒരു സംയുക്ത സാങ്കേതിക സമിതി രൂപീകരിക്കുന്നതും ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. ബംഗ്ലാദേശിലെ മോഗ്ലോ തുറമുഖം ഏറ്റെടുക്കുന്നതിനുള്ള നീക്കവും ഇന്ത്യ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നിയന്ത്രണം ലക്ഷ്യമിട്ട് മോഗ്ല സ്വന്തമാക്കാൻ ചൈന കാലങ്ങളായി ശ്രമം നടത്തുന്നുണ്ട്. മോഗ്ല തുറമുഖം കൂടി ഭാരതത്തിന്റെ കയ്യിൽ എത്തുന്നത് ചൈനയുടെ ദക്ഷിണേന്ത്യൻ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാവും. കഴിഞ്ഞ ദിവസമായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത്. 12 ദിവസത്തിനിടെ ഇത് 2ാം തവണയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യ സന്ദർശിക്കുന്നത്. അടുത്ത മാസം ചൈന സന്ദർശിക്കാനിരിക്കെയാണ് ഷെയ്ഖ് ഹസീന വീണ്ടും ഇന്ത്യയിലെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ലോക നേതാക്കളിൽ ഷെയ്ഖ് ഹസീനയും ഉണ്ടായിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് നടക്കുക എന്ന് 2 രാജ്യങ്ങളും ഔദ്യോഗികമായി പറഞ്ഞിരുന്നു. അതേസമയം ബംഗ്ലാദേശും ഇന്ത്യയുമായുള്ള ബന്ധം എക്കാലത്തേക്കാളും വേഗത്തിലും ദൃഢമായും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഷെയ്ഖ് ഹസീന പ്രതികരിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാവാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായിരുന്നു. ഏതായാലും ഈ ആഘാതം ചൈനയ്ക്ക് താങ്ങാനാവില്ല എന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.